ഹലോ ഗൈസ്, ഞാൻ ഈദിനിടണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന വീഡിയോ ആണ്. പക്ഷേ എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നത്. എന്താ ഗൈസ്, ബിസി ലൈഫല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ എഗ് ഫ്രൈഡ് റൈസ് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അരി വേവിക്കാനായിട്ട് വെള്ളം വെച്ചു. അതിലെല്ലാ സ്പൈസസും ഇട്ട് അരിയും ഇട്ട് വേവിക്കാൻ വേണ്ടി വെച്ച ടൈമിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ഇട്ട് കൂടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും ഇട്ട് കുറച്ച് എണ്ണയും ഒഴിച്ച് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ചിക്കൻ്റെ കൂട്ടൊക്കെ പിടിച്ച് നമ്മളിത് തിളച്ച എണ്ണയിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമോട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, സവാള പിന്നെ ക്യാബേജ് ആണ്. അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് ഒന്ന് വാട്ടി ബ്രൗൺ കളറാക്കി എടുക്കാം. ഒരുപാട് വേവാൻ പാടില്ല, അത്യാവശ്യം ഒന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സെറ്റാവും വരെ നമുക്കൊന്ന് മുട്ടയും കൂടി സെറ്റാക്കി എടുക്കാം. ഞാൻ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പാനിൽ കുറച്ച് എണ്ണയും ഒഴിച്ച് ഞാനെടുത്ത് 4 മുട്ടയും പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഇളക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ട സെറ്റായി വരും. അങ്ങനെ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ സെറ്റാക്കി വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേ നേരം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് മാത്രം ഒഴിച്ചാൽ പോരാ, ഗ്രീൻ ചില്ലി സോസും കെച്ചപ്പും പിന്നെ നമ്മുടെ സോയ സോസും ഒഴിക്കണം. അതാണ് മെയിൻ. പക്ഷെ അതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചില്ലി സോസ് മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ അതിലോട്ട് ചോറും ഇട്ട് കൊടുത്ത് കൂട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ ചോറിൽ ഉപ്പിടാൻ മറന്നുപോയി. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടി കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ഫ്രൈഡ് റൈസ് ആണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.